Hey all, welcome back to my channel. ഇന്ന് നമ്മളുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള പാലക് മുറുക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ചിപ്സ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ എന്തായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പാലക് മുറുക്കിൻ്റെ റെസിപ്പിയാണ്. ഇനി ഒരു വലിയ ബൗളിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. ഞാൻ എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ വീട്ടിൽ പത്തിലുണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 കപ്പ് കടലമാവ് കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ayamodhakam ചേർക്കുക. ajwain എന്ന് പറയും. പിന്നെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. മുറുക്കിന് നല്ലൊരു ബട്ടറിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിലേക്കുള്ള പാലക്കൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വാഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള പാലക്ക് കുറച്ച് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പച്ചമുളകും ചേർക്കുന്നുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് കുറച്ച് വെള്ളവും പച്ചമുളകും ചേർത്തിട്ട് നന്നായിട്ട് ഇത് ജ്യൂസാക്കി എടുക്കാം. ഇതിലേക്ക് ഇനി 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാലക്കിൻ്റെ ജ്യൂസ് നന്നായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ അരിച്ചെടുക്കൊന്നും വേണ്ട, അത് അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ആദ്യം ഒന്ന് പതുക്കെ മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പ് ചേർക്കുന്നെങ്കിൽ ചേർത്ത് കൊടുക്കാം. ആദ്യം സ്പൂൺ വെച്ച് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് നമ്മൾ ചപ്പാത്തി മാവ് കുഴക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ സാധാരണ ചപ്പാത്തി മാവിൻ്റെ അതേ ഒരു തിക്നെസ് തന്നെയാണ് നമ്മൾ ഈ ഡോക്ക് വേണ്ടത്. അപ്പോൾ കുറച്ച് പതുക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം കുറച്ച് വലിയ പാത്രം എടുത്തിട്ട് മിക്സ് ചെയ്തായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അപ്പോൾ ഇത് കുഴക്കുന്ന സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു കാര്യം ചേർക്കാൻ വിട്ടിട്ടുണ്ടായിരുന്നു. കായപ്പൊടിയാണ്. കായപ്പൊടി കുറച്ച് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. കായപ്പൊടി മുറുക്കിൽ നിർബന്ധമാണ്, എന്നാലേ ആ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ കായപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണ മുറുക്കുണ്ടാക്കുന്ന പോലെ തന്നെയാണ്. നമ്മൾ ഇടിയപ്പം മേക്കറിലാണ് ഈ മുറുക്കുണ്ടാക്കുക. ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പിലുള്ള അച്ചാണ് ഇതിൽ എടുക്കുന്നത്. ഈ അച്ചിട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ മാവ് ഒട്ടിപ്പിടിക്കാണ്ട് നമുക്കിത് മുറുക്കുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി ഇതിൽ കുറച്ച് മാവിട്ടിട്ട് നമ്മൾ മുറുക്കിൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. ബട്ടർ പേപ്പറിൻ്റെ മേലാണ് ഞാനിത് ഷേപ്പാക്കി എടുക്കുന്നത്. ഇതെല്ലാം പ്ലേറ്റിൻ്റെ മേലെ ചെയ്യാം, അല്ലെങ്കിൽ കട്ടിംഗ് ബോർഡിൻ്റെ മേലെ ചെയ്തെടുത്താലും മതി. മുറുക്കിൻ്റെ ആ ഒരു ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് പതുക്കെ ആ സൈഡ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് ഇളകി കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആ സൈഡ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയുള്ള മുറുക്കും ചെയ്തെടുക്കാം. ഇനി ഇതിങ്ങനെയല്ല, നമുക്ക് ഡയറക്റ്റ് പാനിൽ നീളത്തിൽ ചെയ്തെടുത്താലും മതി. ഇനി നെക്സ്റ്റ് മുറുക്ക് ഫ്രൈ ചെയ്യുക. അപ്പോൾ ഞാനൊരു കടായിയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. നമ്മളിത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്യണമല്ലോ, അപ്പോൾ കുറച്ച് അത്യാവശ്യം വെളിച്ചെണ്ണ ആവശ്യമുണ്ടാവും. ഓയിൽ ചൂടായിട്ടുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ ചെറിയ പീസ് മാവ് ഇട്ട് കൊടുക്കുക. നമ്മളെപ്പോഴും ഇതുപോലെ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്ന ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ കടായി യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ ഒരുപാട് ഓയിൽ നമ്മൾ വേസ്റ്റാക്കി കളയേണ്ടി വരും. കുറച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള പാത്രം എടുത്ത് അത്രയും നമ്മൾ വേസ്റ്റാക്കി കളയേണ്ടി വരും ഓയിൽ. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി മുറുക്ക് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന മുറുക്ക് എപ്പോഴും നല്ല ക്രിസ്പി ആവണമെങ്കിൽ നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് തീ വെക്കേണ്ടത്. എന്നിട്ടാണ് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരുപാട് അങ്ങ് ഹൈ ഫ്ലെയിമിലൊക്കെ ഇതിട്ട് കഴിഞ്ഞാൽ പുറമേ നല്ല കളർ ഉണ്ടാവും, പക്ഷേ ഉള്ളിൽ തീരെ കുക്കായിട്ടുണ്ടാവില്ല, ക്രിസ്പി ആയിട്ടുണ്ടാവില്ല, നല്ല സോഫ്റ്റ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ തീ എപ്പോഴും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ ചെയ്തെടുക്കുക. നമ്മൾ ആദ്യം ഫ്രൈ ചെയ്യാനിട്ടിട്ടുള്ള മുറുക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. ഇത് ഓയിലിൽ മാറ്റാം. അപ്പോൾ എല്ലാ മുറുക്കും നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഈ ഓയിൽ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ കറിവേപ്പില കൂടെ നമ്മൾ ഈ മുറുക്കിൽ ഇട്ട് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ്. കറിവേപ്പില ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഇതിന് മുറുക്കിലിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളിത് മുറുക്ക് സ്റ്റോർ ചെയ്യുക അതിലും കൂടെ ഇതിട്ട് കൊടുക്കണം. അപ്പോൾ നല്ല ഒരു ടേസ്റ്റ് കിട്ടും, നല്ലൊരു സ്മെല്ല് കൂടിയാണ് ഈ കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നല്ല റെസിപ്പീസ് ഇനിയും കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതിൻ്റെ ഒപ്പത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ 3 ഓപ്ഷൻസ് വരും, അതിൽ ഓൾന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി ആയിട്ട് കാണുന്നത് വരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.